2024 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശംഖുലി മുഴക്കിക്കൊണ്ട് ഇന്നലെ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് മഹാജനസഭ നടക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ, രാജ്യസഭയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ മല്ലികാർജുന ഖാർഗെ ഇന്നലെ തേക്കിൻകാട് മൈതാനത്ത് അത്യുജ്വലമായ ഒരു പ്രഭാഷണത്തിലൂടെ പ്രൌഢഗംഭീരമായ ആ മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചിരിക്കുകയാണ്. ഒരു വലിയ ജനസഞ്ചയമാണ് തേക്കിൻകാട് മൈതാനത്ത് വന്ന് കൂടിയത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഇന്ത്യയിൽ. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലും കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്താണ്. അധികാരമില്ലാതെ, കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാതെ കോൺഗ്രസ് സംഘടിപ്പിച്ച ആ മഹാജനസഭ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറി. അത്യുജ്വലമായ വിജയമായിരുന്നു ആ മഹാജനസഭ. കാരണം ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി തൃശൂർ വട്ടമിട്ട് കറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അധികാരത്തിന്റെ സകല സൌഭാഗ്യങ്ങളും 10 വർഷക്കാലമായി ആസ്വദിക്കുന്ന പ്രധാനമന്ത്രി കോടിക്കണക്കിന് രൂപ വാരി എറിഞ്ഞു നടത്തിയ തൃശൂരെ പ്രകടനത്തെ കവച്ചു വയ്ക്കുന്നതായിരുന്നു കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാജനസഭ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കഴിഞ്ഞ കുറെ കാലമായി കോടികൾ ചെലവാക്കിയിട്ടാണ് ആളുകളെ സംഘടിപ്പിക്കുന്നത്. അതും സർക്കാരിന്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് പാർട്ടി പരിപാടിക്ക് ആളുകളെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. പക്ഷേ യാതൊരുവിധമായ അധികാരമില്ലാതെ, ചെങ്കോലും കിരീടവുമില്ലാതെ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച ആ മഹാജനസഭ 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങോട്ടാണ് എന്നുള്ളതിന്റെ ഒരു ദിശാസൂചികയായി വേണമെങ്കിൽ കണക്കാക്കാം. ഇന്നലെ മഹാജനസഭ കഴിഞ്ഞു. ഇന്ന് പാർലമെന്റിൽ ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് പ്രസംഗിക്കുകയുണ്ടായി. നന്ദി പ്രമേയത്തിലല്ല, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു 375 സീറ്റ് അദ്ദേഹം നേടും, 400 സീറ്റ് NDA നേടും. അപ്പോഴും അദ്ദേഹത്തിന്റെ അമിതമായ ആത്മവിശ്വാസം ഈ രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും സംഭവവാസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. നമ്മുടെ വലിയ വലിയ നേട്ടമായി അദ്ദേഹം എടുത്തു കാണിച്ചത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, മുത്തലാഖ് നിയമം, ആ നിയമത്തിൽ അവർ വരുത്തിയ ഭേദഗതി, അതുപോലെ തന്നെ പൌരത്വ നിയമം ഭേദഗതി ചെയ്തത്, ഏകീകൃതമായ സിവിൽ കോഡ്, ഇതൊക്കെയാണ് അദ്ദേഹം കൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങൾ. 400ഓളം ആളുകൾ പിടഞ്ഞു വീണ് മരിച്ച മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം പ്രസംഗത്തിൽ ഉരിയാടിയില്ല. ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവ സ്കൂളുകളും തച്ചുടച്ചതിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടിയില്ല. രാമക്ഷേത്രം നിർമ്മിച്ച ദിവസം പ്രാണപ്രതിഷ്ഠ നടക്കുന്ന മധ്യപ്രദേശിൽ കുരിശിന്റെ മുകളിൽ കാവിക്കൊടി നാട്ടിയതിനെ കുറിച്ച് ഒരക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഇന്നത്തെ പാർലമെന്റ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് വോട്ടുകളാക്കി മാറ്റി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാമെന്നുള്ള അമിതാവേശവും അമിത ആത്മവിശ്വാസവുമാണ് കാണിച്ചത്. പക്ഷേ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് 36% വോട്ടുമായി 10 കൊല്ലക്കാലമായി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ഒരവസാനം ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോ ഈ മഹാജനസഭയ്ക്ക് തുടർച്ചയായിട്ട് ഈ മാസം ഫെബ്രുവരി മാസം 9-ാം തീയതി കാസർകോട്ട് 1.25 ലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ യാത്രയുടെ തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനും പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശനും സംയുക്തമായി നടത്തുന്ന ഒരു കേരള പര്യടനം ആരംഭിക്കുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയായ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർകോട്ട് മുനിസിപ്പൽ മൈതാനത്ത് നിന്നാണ്. കേരളത്തിലെ 14 ജില്ലകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 നേതാക്കന്മാർ ഒരുമിച്ച്
കാസർഗോഡ് നിന്ന് ഒരു പര്യടനം ആരംഭിക്കുന്നത്. 1,00,000 ആളുകളെ മുനിസിപ്പൽ മൈതാനത്ത് അണിനിരത്തി ഈ യാത്രയുടെ തുടക്കം ഗംഭീരമാക്കാൻ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ കുറെ നാളുകളായി അതിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിൽ ഒരു ഐക്യം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, KPCC മെമ്പർമാർ, മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി രാപകലില്ലാതെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ സമരാഗ്നി എന്ന് പറയുന്ന അത്യുജ്വലമായ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ അവർ അഹോരാത്രം കഷ്ടപ്പെടുകയാണ്. വൻപിച്ച സന്നാഹങ്ങളാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. വാർഡ് തല സമ്മേളനങ്ങൾ, മണ്ഡലം തല സമ്മേളനങ്ങൾ, അതുപോലെ ബ്ലോക്ക് തല സമ്മേളനങ്ങൾ, അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഓരോ ആളുകൾക്കും ചാർജ് കൊടുത്ത് ആ ചാർജുകാരൊക്കെ നിരന്തരം ആ മണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ട് പരമാവധി വാഹനങ്ങൾ ബുക്ക് ചെയ്ത് 3 മണിക്ക് തന്നെ സകല പ്രവർത്തകരെയും മുനിസിപ്പൽ മൈതാനത്ത് അണിനിരത്തുവാനുള്ള ഭഗീരഥ പ്രയത്നം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ഐക്യം കണ്ട നാളുകൾ എന്റെ ഓർമ്മയിലില്ല. കാരണം എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ ഈ പരിപാടി വിജയിപ്പിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് ഊന്നി പറയുകയാണ്. നമുക്കറിയാം, കാസർഗോഡ് നിന്ന് ഈ അടുത്ത കാലത്തൊരു യാത്ര മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും കൂടി നടത്തി. മുഖ്യമന്ത്രി അടക്കം 21 പേർ. അത് സംസ്ഥാനത്തെ ഒരു ആഡംബര വാഹനത്തിൽ ഒരു ഉല്ലാസയാത്രയായിരുന്നു. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനോ അതിന് പരിഹാരം കാണാനോ തയ്യാറായില്ലെന്ന് മാത്രമല്ല, നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണം പിരിപ്പിച്ച് ആ പണം ചെലവാക്കിയിട്ടാണ് ആ യാത്ര സംഘടിപ്പിച്ചത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു യാത്ര നടത്തുന്നതിന് പകരം സംസ്ഥാന ഗവൺമെന്റാണ് യാത്ര നടത്തിയത്. ഗവൺമെന്റ് മിഷനറിയിലൂടെ കുടുംബശ്രീക്കാരെ, അംഗനവാടിക്കാരെ, ആശാവർക്കർമാരെ, സർക്കാർ ജീവനക്കാരെ മുഴുവൻ ആ യാത്രയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തി ആ യാത്രയിൽ പങ്കെടുപ്പിച്ചു. കുടുംബശ്രീയുടെ ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ അന്ന് ജോലിക്ക് പോയാൽ പിന്നെ ആ ജോലി ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ യാത്രയിൽ പങ്കെടുപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ മെഷീനറി പരിപൂർണമായി ദുർവിനിയോഗം ചെയ്ത് ആ ദുർവിനിയോഗത്തിലൂടെയാണ് യാത്രയിൽ ആളുകളെ അണിനിരത്തിയത് എന്നുള്ളത് ഈ ഗവൺമെന്റിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചിട്ട് കിട്ടിയ അപേക്ഷകളിൽ ഒന്നിൽ പോലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, എടുത്ത തീരുമാനങ്ങൾ അപഹാസ്യമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അത്തരം ഒരു ഗതികേടില്ല. സർക്കാർ ചെലവിൽ പാർട്ടിക്ക് വേണ്ടി യാത്ര നടത്തുക, പാർലമെന്റിന് വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു യാത്ര നടത്തുക. മാത്രമല്ല, ആ യാത്രയിൽ ഉടനീളം നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശിതമായി വിമർശിച്ചിട്ടുള്ളതാണ്. ഡിവൈഎഫ്ഐ കേരളത്തിലെ ഒരു യുവജന സംഘടനയാണ്, ഒരു വലിയ സംഘടനയാണ്. ആ സംഘടന കഴിഞ്ഞ കുറെ നാളുകളായി അഴിമതിക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. മാത്രമല്ല, ചെറുപ്പക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനഭലഷണമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല. അവരിപ്പോ അഴിമതിയുടെ സംരക്ഷകരായി, കാവലാളന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ള ദയനീയമായ കാഴ്ച നമ്മൾ കാണുകയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാനും അഴിമതിക്കാർക്ക് വേണ്ടി വാട്ടുപാട്ട് പാടാനും ഒരു വിപ്ലവ യുവജന പ്രസ്ഥാനം തയ്യാറായി. പക്ഷേ മനുഷ്യച്ചങ്ങല ഉണ്ടാക്കിയിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം ബഡ്ജറ്റിനകത്ത് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്ന ദിവസം പറയാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊരു ചക്രത്തി പോരാട്ടമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ സമരാഗ്നി എന്ന് പറയുന്ന പരിപാടി ഒരു അത്യുജ്വല വിജയമായി മാറേണ്ടത് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും മതനിരപേക്ഷ വിശ്വാസികളുടെയും ആവശ്യമാണ്. നമുക്കറിയാം, ആർഷഭാരത സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് രാമായണം. രാമായണത്തിലാണല്ലോ രാമൻ ഉള്ളത്. ആ രാമന്റെ രാജ്യം, രാമരാജ്യം, ആ രാജ്യം വരണമെന്ന് ആഗ്രഹിച്ച മഹാത്മാഗാന്ധിയെ കൊന്ന ആളുകളാണ് ഇന്നിവിടെ ഉള്ളത് എന്ന് നമുക്കറിയാം.
മഹാത്മാഗാന്ധിയുടെ കൊലയാളികൾക്ക് അമ്പലം പണിയുന്നവർ, പ്രതിമ നിർമ്മിക്കുന്നവർ, അവരെ ആരാധിക്കുന്നവർ, അവരൊക്കെയാണ് തന്റെ വിരിമാറിൽ വെടിയുണ്ടേറ്റ് പിടഞ്ഞു വീഴുമ്പോഴും രാമന്റെ പേരുച്ചരിച്ചുകൊണ്ട് അവസാന ശ്വാസം വലിച്ച മഹാത്മാഗാന്ധിയെ കൊന്നൊടുക്കിയ ആളുകൾക്ക് ഇന്ന് നമുക്കറിയാം രാമനോട് എന്തൊരു സ്നേഹം. രാമക്ഷേത്രം പണിയണം, അതിലാർക്കും തർക്കമില്ല. പക്ഷെ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് ആ രാമക്ഷേത്രം പണിയാൻ ആരംഭിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിലും തറക്കല്ലിടുന്നതിലും ആ ക്ഷേത്രം ഉയരുന്നതിലുമുള്ള താല്പര്യം, ആ താല്പര്യത്തെ നമുക്ക് മാനിക്കാം. പക്ഷേ പള്ളി പൊളിച്ചെടുത്ത് പള്ളി കെട്ടാനുള്ള ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് വേണ്ടേ? ഒരു മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം? അപ്പൊ സ്വാഭാവികമായി മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഒരു മതവിഭാഗത്തിനെയും വ്രണപ്പെടുത്താതെ മുന്നോട്ടു പോകണമെന്നാണല്ലോ സനാതന ധർമ്മം, ഹിന്ദുധർമ്മം പഠിപ്പിച്ചിരിക്കുന്നത്. ലോകമേ തറവാടെന്നാണ്. ആ തറവാട്ടിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകൾ എന്തുകൊണ്ട് പള്ളി പൊളിച്ചെടുത്ത് പള്ളി കെട്ടിക്കൊടുക്കാതെ അമ്പലം കെട്ടി എന്നുള്ളത്? അമ്പലം കെട്ടേണ്ടത് ഈ രാജ്യത്തിന്റെ ഹിന്ദു ധർമ്മത്തിന്റെ അവകാശമാണ്, അവരത് നിർവഹിച്ചോളും. പക്ഷെ പ്രധാനമന്ത്രി വലിഞ്ഞു കയറി ആ സന്യാസിമാരെ പോലും അകറ്റി അദ്ദേഹം ഇതൊക്കെ ഏറ്റെടുത്തതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. ഈ മനുഷ്യൻ ദൈവമായി കണക്കാക്കുന്ന രാമനെ രാഷ്ട്രീയവൽക്കരിച്ച് ആ രാമനിലൂടെ തന്റെ ഭരണത്തിന്റെ വൈകല്യങ്ങൾ മറച്ചുപിടിച്ച് വോട്ട് നേടി ഒരു അധികാരത്തിൽ വരാമെന്നുള്ള വ്യാമോഹമാണ് ഇന്ന് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഗീബൽസിയൻ സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമുണ്ട്. ഒരു കള്ളം 1000 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാലും അത് സത്യമാകില്ല, സത്യമല്ലേ എന്നൊരു തോന്നൽ ഉണ്ടാക്കാം. ഇന്ന് നമുക്കറിയാം, സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ്. ആ കേസിൽ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് ഒരു അബദ്ധമായി പോയില്ലേ എന്ന് ഇന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകും. കാരണം തന്റെ ഭാര്യ കമല, തന്റെ മകൾ വീണയുടെ അമ്മ കമലയ്ക്ക് സർവീസിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടിയ പെൻഷൻ തുക കൊണ്ടാണ് തന്റെ മകൾ ഒരു ബിസിനസ് ബാംഗ്ലൂരിൽ ആരംഭിച്ചത് എന്ന് പറഞ്ഞു. അതൊരു രേഖയായി മാറിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ഒരു ഇഞ്ച് അദ്ദേഹത്തിന് പിന്നോട്ട് പോകാനാവില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജോലി എന്തായിരുന്നു? അവർക്ക് എന്താണ് ശമ്പളം? അവർ പിരിഞ്ഞപ്പോൾ എത്ര രൂപ ആനുകൂല്യം കിട്ടി? ആ ആനുകൂല്യം കൊണ്ടാണോ ഇതൊക്കെ ഈ ബാംഗ്ലൂരിൽ സ്ഥാപനം തുടങ്ങിയത്? ഇതൊക്കെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ ആർക്കും കഴിയും. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വെട്ടിലാകും. കാരണം പറഞ്ഞത് പുത്തരിക്കണ്ടം മൈതാനത്തല്ല, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്താണ്. അപ്പൊ സ്വാഭാവികമായി ഒരു കള്ളം ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ ആ കള്ളം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ 100 കള്ളങ്ങൾ പറയേണ്ടി വരും. ഗീബൽസിയ സിദ്ധാന്തം, ഒരു കള്ളം 1000 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാലും സത്യമാകില്ല, സത്യമല്ലേ എന്നൊരു തോന്നൽ ഉണ്ടാക്കാം. പക്ഷെ ആ തോന്നൽ സത്യം പുറത്തു വരുമ്പോ അത് ജനങ്ങൾ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നമ്രിയാസ്, സത്യം അപ്രിയം, അപ്രിയ സത്യങ്ങൾ എപ്പോഴും അപ്രിയ സത്യങ്ങളായി തുടരും. അപ്പോ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2019 പറ്റിയ ഒരു കൈപ്പിഴ അത് ഒഴിവാക്കാനാണ് നമ്മുടെ പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അന്ന് 19 സീറ്റാണ് കിട്ടിയെങ്കിൽ ഇന്ന് 2020 എന്ന് ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ പടയോട്ടമാണ് ഈ ഫെബ്രുവരി മാസം 9-ാം തീയതി കാസർഗോട്ട് നിന്ന് ആരംഭിക്കുന്നത്. കേരളത്തിൽ നിന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്ന് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി മാറിയിരിക്കുന്ന, ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ KC വേണുഗോപാലാണ് ഈ സമരാഗ്നി ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീ K സുധാകരനും ശ്രീ VD സതീശനും സംയുക്തമായി നയിക്കുന്ന ഈ ജാഥയിൽ പങ്കെടുക്കാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപ ദാസ് മുൻഷി അടക്കം, അതുപോലെ തന്നെ കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അടക്കം എല്ലാ നേതാക്കന്മാരും എത്തിച്ചേരുന്നു. കേരളത്തിലെ MP-മാർ മുഴുവൻ, MLA-മാർ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, ചുരുക്കി പറഞ്ഞാൽ നേതാക്കന്മാരുടെ
ഒരു വ്യൂഹം തന്നെ ഈ കാസർഗോട്ട് ഫെബ്രുവരി മാസം 9 എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പൗരപ്രമുഖന്മാരെ കണ്ട് അവരുമായി പ്രഭാത ഭക്ഷണം കഴിച്ച് അവരിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ആവശ്യമായ പണം സമാഹരിച്ചത് അങ്ങാടിപ്പാട്ടാണ്. അപ്പോ പൗരപ്രമുഖന്മാർക്ക് മാത്രമാണ് ഇന്ന് വില കൽപ്പിക്കുന്നത് ആ പാർട്ടി. അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി, കട്ടൻ ചായയും അതുപോലെ തന്നെ കട്ടൻ ബീഡിയും വലിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകൾ ഇന്ന് ക്രോണി ക്യാപിറ്റലിസ്റ്റ് ശക്തികളായി മാറിയിരിക്കുന്നു. സാധാരണക്കാരോട് പരമപുച്ഛമാണ്. ഇന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരുപറ്റം നേതാക്കന്മാരുടെ ഉപജീവനമായി മാറി, ഉദരപൂർണമായി മാറി. പക്ഷെ ഇന്നും ആ പാർട്ടിക്ക് വേണ്ടി ആ അടിമുടി തെറ്റാതെ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന പതിനായിരക്കണക്കിന് സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. പക്ഷെ ആ നേതാക്കന്മാർക്കൊന്നും ആ പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല. രാഷ്ട്രീയം ഇന്ന് ഉപജീവന മാർഗമാക്കി പലരും മാറ്റി, ഉദരപൂർണമാക്കി മാറ്റി. രാഷ്ട്രീയം സേവനമാണെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വിശ്വസിക്കുന്നില്ല. അതാണ് ആ പാർട്ടിക്കുണ്ടായ അപജയം. അതുകൊണ്ട് ഫെബ്രുവരി മാസം 9 ഈ പരിപാടി സമാപിച്ചു കഴിഞ്ഞാൽ 10 എൻഡോസൾഫാന്റെ ഇരകളെ കാണുന്നുണ്ട് ഈ നേതാക്കന്മാർ. മത്സ്യത്തൊഴിലാളികളെ കാണുന്നുണ്ട്, പരമ്പരാഗതമായ തൊഴിലാളികളെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് അച്ഛന്മാരുണ്ട്, അതുപോലെ തന്നെ കോലാധാരികളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികൾ, എൻഡോസൾഫാന്റെ ഇരകൾ, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ്, ആശാവർക്കർമാർ, അതുപോലുള്ള നിരവധി സാധാരണക്കാരായ ആളുകൾ, അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അവരുടെ പരാതികൾ സ്വീകരിക്കാനും അവരെ സ്വാന്തനപ്പെടുത്താനും ഇന്ന് എന്തെങ്കിലും ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനുമുള്ള ഒരു സമഗ്രമായ ശ്രമം കൂടി ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. അത് 10 രാവിലെ അത് നമ്മൾ സാധാരണക്കാരെ, നമുക്ക് പൗരപ്രമുഖന്മാരെ ഒന്നും നമുക്കൊരിക്കലും പൗരപ്രമുഖന്മാരായിട്ടല്ല ബന്ധം, നമുക്ക് സാധാരണക്കാരുമായിട്ടാണ് ബന്ധം. അതുകൊണ്ട് ഈ 9 നടക്കുന്ന പരിപാടിയിൽ 3 മണിക്ക് എല്ലാ ആളുകളും നമ്മുടെ കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് അതിന്റെ വിശദമായ വിവരങ്ങൾ 2 ദിവസത്തിനുള്ളിൽ എല്ലാവരെയും അറിയിക്കും. അതുകൊണ്ട് ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ മുഴുവൻ ആളുകളും ഉണ്ട്. അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PK ഫൈസൽ, അതുപോലെ തന്നെ ഇന്ന് ഇതിനുവേണ്ടി എല്ലാവരുടെയും കൂടെ പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരാളുടെ പേര് വിട്ടുപോയാൽ അത് സങ്കടമാണ്. മണ്ഡലം പ്രസിഡന്റുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാർ, KPCC മെമ്പർമാർ, DCC ഭാരവാഹികൾ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, INTUC, സേവാദൾ, കർഷക കോൺഗ്രസ്, DKTF, കോൺഗ്രസിന്റെ അവാന്തര വിഭാഗങ്ങൾ മുഴുവൻ ഈ സമ്മേളനം അത്യുജ്വലമാക്കി മാറ്റാനുള്ള ശ്രമവുമായി മുന്നോട്ടു പോവുകയാണ്. 1.25 ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഈ യാത്ര KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ഈ യാത്ര ഒരു ഗംഭീര വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. ഈ ജാഥയ്ക്ക് മുൻകൂട്ടി എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇന്ന് പാർലമെന്റിൽ എനിക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി. രാഷ്ട്രപതിയുടെ ഇതിന് ചർച്ചയ്ക്കുള്ള മറുപടിയായിട്ട് അദ്ദേഹത്തിന്റെ സംയുക്ത പാർലമെന്റിൽ നടത്തിയ നയപ്രഖ്യാപനത്തിന്റെ മറുപടി പറയാൻ എനിക്ക് പാർലമെന്റിൽ അവസരം കിട്ടി. മറ്റന്നാൾ രാവിലെ ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, സ്റ്റാർ ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യന്റേതാണ്. 11 മണിക്കാണ് ആ ക്വസ്റ്റ്യൻ പാർലമെന്റിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായി ചിലപ്പോ ഞാൻ അതിന് നിൽക്കാതെ കാസർഗോട്ടേക്ക് തിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇപ്പോ
എല്ലാ ആളുകളെയും ഞാൻ ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നുണ്ട്, നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടക്കുന്നു. 9-ാം തീയതി സമ്മേളനം നമ്മുടെ അഭിമാന പ്രശ്നമായി കണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമുക്ക് സമ്മേളന വേദിയിലും അതിനു മുമ്പും തമ്മിൽ കാണാം എന്ന് പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.